നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തില് ബാലൻ ആരിനെ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെയാണ് നീ നിന്റെ ഭാര്യയെ ഒന്ന് പോലീസുകാരെ ആക്കണമെന്ന് എനിക്കൊന്ന് കാണണം. ഈ കുടുംബത്തെ മുഴുവനും നീ നാണം കെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്തോണ്ടല്ലോ. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, അച്ഛൻ എന്ത് വർത്താനം അച്ഛാ പറയണേ? കുടുംബത്തിന് എങ്ങനെ നാണക്കേടുണ്ടാകുന്നേ? എന്റെ ഭാര്യ പോലീസ് ആകുന്നതിൽ എനിക്ക് അന്തസ്സും അഭിമാനവും ഉള്ളൂ. ദേ ബാലന്റെ വാക്ക് ധിക്കരിച്ചാലുണ്ടല്ലോ അച്ഛാ, അച്ഛൻ ഈ കാര്യത്തിൽ വെറുതെ തർക്കിക്കാൻ വരണ്ട. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. എന്റെ ഭാര്യയെ പോലീസുകാരിയാക്കാൻ തന്നെ തീരുമാനിച്ചു. അവളുടെ ആഗ്രഹത്തിനൊത്ത് പോകാനായിട്ടാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ബാലിനൊട്ടും ഇഷ്ടപ്പെട്ടില്ല. ബാലിനങ്ങോട്ട് കയറിപ്പോയി. കോമതി പിന്നാലെ അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയത്ത് മിത്രയ്ക്ക് ഭയങ്കര വിഷമമായി. മിത്ര പറഞ്ഞു, ആര്യ അതെ അങ്കിളിനോട് അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അച്ഛൻ അങ്ങനെ പറയുന്ന സമയത്ത് അച്ഛന്റെ വാക്കുകൾ കേട്ട് തല കുനിച്ച് നിൽക്കണം. അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇപ്പൊ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നേ നിന്റെ സ്വപ്നത്തിനാണ്. ആ സ്വപ്നം നടക്കുക തന്നെ വേണം. അതും പറഞ്ഞിട്ട് ആരും മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്കും മിത്രയും പോയി. ഈ സമയത്ത് ദേവിക്ക് നല്ല ടെൻഷനായി. ദൈവമേ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്റെ കാര്യം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഒരു ഭൂകമ്പം തന്നെയായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത്. അങ്ങനെ ദേവി മുറിയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും അത് വന്നിട്ട്, എന്താ ദേവി നിന്റെ മുഖം എന്താ വല്ലായിരിക്കുന്നേ? അച്ഛനോട് ആരും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണോ? അതൊന്നും അല്ല. പിന്നെയോ? അല്ല, മിത്രയുടെ കാര്യം ഓർത്തിട്ടാ. മിത്ര ശരിക്കും പാവാ. അവൾക്ക് ഈ ജോലി വേണമെന്ന് കുറെ ആഗ്രഹമുണ്ട്. അപ്പൊ പിന്നെ എന്തിനാ ബാലച്ചനെ എതിരെ നിൽക്കുന്നതെന്ന് എനിക്കറിയില്ലാത്ത. അച്ഛന്റെ സ്വഭാവം നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ ദേവി? അച്ഛൻ്റെ കാര്യത്തിൽ കടുംപിടുത്തം പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നടത്താൻ അച്ഛൻ സമ്മതിക്കത്തേ ഇല്ല. എന്നാലും ഇത് കുറച്ച് ക്രൂരതയല്ലേന്ന് എനിക്കൊരു തോന്നല്. കാരണം മിത്രയുടെ ആഗ്രഹം സാധിക്കട്ടെ. വീട്ടില് ഒരു പോലീസുകാരി ഉണ്ടാവും, നല്ലതല്ലേ? അതൊക്കെ ശരി, നമ്മൾ നോക്കുമ്പോൾ ശരിയായിരിക്കും. പക്ഷെ അച്ഛന്റെ കാഴ്ചപ്പാടിൽ അതല്ല, അങ്ങനെയല്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഓർത്തിട്ട് നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. ഇനി സംഭവിക്കാനുള്ള എന്താ സംഭവിക്കട്ടെ എന്ന് പറയാം. ഇത്തിരി കഴിഞ്ഞപ്പം മുറിയിൽ ആകെപ്പാടെ വിഷമിച്ചിരിക്കുവാണ് മിത്ര. മിത്രയുടെ അടുത്തേക്ക് ആര്യം വന്നിട്ട് സമാധാനിപ്പിക്കുക. നീ എന്തിനാ മിത്ര ടെൻഷൻ അടിക്കണേ? നമ്മുടെ ഇഷ്ടത്തിനൊപ്പം നമ്മൾ ജീവിക്കണം. നമ്മൾ തെറ്റും ഒന്നും കാണിക്കുന്നൊന്നുമില്ലോ. ഒരു നല്ലൊരു കാര്യമാണ്, ഒരു ജോലിക്കാരും അല്ലേ. അതിനിപ്പം നമ്മൾ പ്രാധാന്യം കൊടുക്കണം. നമ്മളെ സപ്പോർട്ട് ചെയ്യാണ്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. അല്ല ആര്യ, ഈ കുടുംബത്തെ മൊത്തം വെറുപ്പിച്ചോണ്ട് അങ്ങനെ ഞാനൊരു പോലീസുകാരി ആവണോ? പിന്നല്ലാതെ നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ പലതും ത്യജിക്കേണ്ടതായിട്ട് വരും. പിന്നെ ഈ പറയുന്നവരൊക്കെ ഇന്ന് കുറ്റം പറയുന്നവർ നാളെ നിന്നോടൊപ്പം ചേരും. അച്ഛൻ ഇഷ്ടമില്ലെങ്കിൽ അച്ഛൻ നാളെ കണ്ടോ, നിനക്ക് ജോലി കിട്ടി കഴിയുമ്പോഴത്തേനും അതൊന്നും ഒരു പ്രശ്നം ആക്കത്തില്ല. ഞാനല്ലേ പറയണേ? ഞാൻ പറഞ്ഞാൽ നിനക്ക് വിശ്വാസമില്ലേ? ഇതേ നമ്മുടെ സ്വപ്നങ്ങൾക്കൊപ്പം നമ്മൾ നിൽക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് മിത്രനെ ഒരു വിധത്തിൽ ആശ്വസിപ്പിക്കുകയാണ്. മിത്രയ്ക്ക് എന്നാലും നല്ല വിഷമം ഉണ്ടായിരുന്നു. കാരണം ആരും കട്ട സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുക. പക്ഷെ ആരും സപ്പോർട്ടായിട്ട് കൂടെ എന്തായാലും വീട്ടുകാർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിൻ്റെതായ ഒരു ടെൻഷനുണ്ട്. പിന്നീട് ആര്യം പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആനന്ദ് പറഞ്ഞു, എടാ ആര്യ ഇങ്ങോട്ടേക്ക് വന്നേന്നും പറഞ്ഞുകൊണ്ട് ആര്യനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി. കൂടെ ധർമ്മനും ചെന്നു. എടാ ആര്യ, ഞാൻ ഒരു കാര്യം പറഞ്ഞു, നീ എന്നോട് ദേഷ്യപ്പെടില്ല. എന്താ? അല്ല, അച്ഛനെ എതിർത്തിട്ട് മിത്രയെ പോലീസുകാരി ആക്കണോ? നീ എന്തിനാ എങ്ങനെ വാശി പിടിക്കുന്നേ? ധർമ്മനും പറഞ്ഞു, അതെ ഇനിയിപ്പോൾ അടുത്ത പ്രശ്നം അതായിരിക്കും കുടുംബത്തില്. വെറുതെ എന്തിനാ നമ്മളൊരു പ്രശ്നത്തിലേക്ക് തലയിടുന്നേ? എന്റെ ആനന്ദേട്ടാ, ആനന്ദേട്ട എന്ത് വർത്താനോ പറയണേ? അതെ, എനിക്കിപ്പം എല്ലാത്തിനേക്കാളും വലുത് അവളുടെ സ്വപ്നങ്ങളാ. പിന്നെ ഓരോ മനുഷ്യനെ അടിച്ചേൽപ്പിക്കാൻ പറ്റുന്നല്ലോ ഓരോ കാര്യങ്ങളും. ഇപ്പം എന്റെ സ്വപ്നം എനിക്ക് മിത്രയുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അവളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് നമ്മൾ മുൻതൂക്കം കൊടുക്കണ്ടേ. അച്ഛനൊരു സ്വപ്നമുണ്ട്, മിത്ര അല്ലെങ്കിൽ ഞാനോ IAS ആണോന്നുള്ളത്. പക്ഷേങ്കിൽ അതെനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അറിയാലോ. അതുപോലെ തന്നെ മിത്രയ്ക്കൊരു ആഗ്രഹമുണ്ട് പോലീസുകാരിയാന്നുള്ളത്. സ്വപ്നങ്ങളൊക്കെ നമുക്ക് തനിയെ ഉണ്ടാകുന്ന, അല്ലാതെ ഒരാൾ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന കാര്യമല്ല. അത് അച്ഛൻ മനസ്സിലാക്കുന്നില്ല. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, അല്ലെങ്കിലും അളിയന്റെ സ്വഭാവം അറിയാലോ. അളിയനൊരു കാര്യത്തിൽ വാശി പിടിച്ച് അതും കൊണ്ടേ പോവുള്ളൂ. പക്ഷെ ഇതവിടെ നടക്കത്തില്ല. എന്താണെങ്കിലും എൻ്റെ ഭാര്യയുടെ കാര്യങ്ങൾ ഞാൻ നടത്തി കൊടുക്കുന്നത്. എൻ്റെ ഭാര്യയുടെ ആഗ്രഹങ്ങൾ ആർക്കു വേണ്ടി ത്യജിക്കാൻ എനിക്ക് സമ്മതമല്ല എന്നൊക്കെ ആരും പറയാം. ഈ സമയത്ത് മീനാക്ഷി പുറത്തു വന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. അപ്പൊ ആകാശ് വന്നിട്ടുണ്ടായിരുന്നില്ല. ആകാശ് രവീന്ദ്രനെ കാണാൻ പോയതാ. മീനാക്ഷിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ആകാശം കൂടി ചേർന്നിട്ടാണ് തൻ്റെ ജോലി ഇല്ലാതാക്കാൻ ശ്രമിച്ചതെന്ന്. അതൊക്കെ മീനാക്ഷിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. ഒരിക്കലും പ്രതീക്ഷയില്ലോ. അപ്പോഴേക്കും അങ്ങോട്ട് ശ്രീദേവിയും മിത്രയും കൂടെ വരുന്നേ. വന്നിട്ട് ചോദിച്ചു, അല്ല ഇതെന്താ? മീനാക്ഷി ഇവിടെ വന്നിരിക്കണോ? മിത്ര ചോദിച്ചു. വെറുതെ നിന്നാ.
അല്ല എന്താ പറ്റി മുഖമൊക്കെ വല്ലായിരിക്കുന്നത്? എന്ത് പറ്റാനായിട്ട്? ശ്രീദേവി പറഞ്ഞു, എന്നാലും നമ്മളെയൊക്കെ പറ്റിച്ചിട്ട് മിത്ര പോയ പോക്ക് കണ്ടോ? നമ്മളെന്താ വിചാരിച്ചോണ്ടിരുന്നേ? മീനാക്ഷി പറഞ്ഞു, ഞാൻ ശരിക്കും കരുതുന്ന ഹണിമൂൺ ട്രിപ്പ് ആയിരിക്കുന്ന. പക്ഷേങ്കില് കല്യാണോ അല്ല, ഇപ്പൊ പോലീസ് ടെസ്റ്റ് എഴുതാൻ പോകുന്ന ആളെ കാര്യം പിന്നെയല്ലേ മനസ്സിലായത്. മിത്ര പറഞ്ഞു, അത് പിന്നെ ആരും നിർബന്ധിച്ചോണ്ടാ. പിന്നെ ആരും നിർബന്ധിച്ചോണ്ട് നിനക്ക് ഞങ്ങളോടെങ്കിലും ഈ സത്യാവസ്ഥ ഒന്ന് പറയാൻ വരായിരുന്നോ മിത്രേ? എക്സാം എഴുതാൻ പോവാന്ന്. പിന്നെ എക്സാം എഴുതാൻ പോവാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ പബ്ലിസിറ്റി കൊടുക്കില്ലേ? ആര്? ഞങ്ങളെന്തിനാ അങ്ങനെ പറയണേ? അതിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല. മീനാക്ഷി പറഞ്ഞു, ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല. എനിക്കറിയാം പഠിച്ച് ഒരു ജോലി വാങ്ങിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് എന്താന്ന്. ഒരു ജോലി വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അത് നഷ്ടപ്പെടുമ്പോഴുള്ള വേദന എന്താണെന്നും ഞാനിപ്പം മനസ്സിലാക്കുന്നുണ്ട്. ഇതെന്താ മീനാക്ഷി നീ അങ്ങനെ പറഞ്ഞ? ശ്രീദേവി ചോദിച്ചു. അല്ല, ഇങ്ങനെ പോയാൽ അധികം വൈകാതെ എന്റെ ജോലി എനിക്ക് നഷ്ടമാവും. ജോലി നഷ്ടമാവുന്നോ? അതെന്ത് പറ്റി? അതെ, മിക്കവാറും എനിക്ക് ട്രാൻസ്ഫർ കിട്ടും, അല്ലെങ്കിൽ എനിക്കൊരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടാനാ ചാൻസ് കൂടുതൽ. ട്രാൻസ്ഫർ എങ്ങോട്ടേക്ക് അതൊന്നും അറിയില്ല. അത് മന്ത്രി ഓഫീസിൽ പോയി പോലും എന്നെക്കുറിച്ച് പരാതി എന്നിട്ടുണ്ട്. പരാതിയോ? അതെ, ആ കൃഷ്ണമലങ്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തോ ഫേവർ ചെയ്യുന്നൊക്കെ പറഞ്ഞോണ്ടാ. മനസ്സാ വജ കർമ്മണ അറിയാത്ത കാര്യമാ. അയ്യോ, അങ്ങനെ ആരാ ഒരു പരാതി കൊണ്ടു കൊടുത്തിരിക്കുന്നേ? അതും മീനാക്ഷി അടുത്തേക്ക് എതിരായിട്ട് എന്ന് മിത്ര ചോദിച്ചു. കാരണം മീനാക്ഷിയുടെ സ്വഭാവം നന്നായിട്ടറിയാം. നേരെ പോകുന്നൊരു പ്രകൃതിക്കാരിയാണ്. എന്തേലും കുറ്റം കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിയമം വിട്ടൊരു കളി നടത്തില്ല. സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊന്നും കൊടുക്കില്ല. അതൊക്കെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ശ്രീദേവിക്കും മിത്രയ്ക്കും ഒക്കെ ടെൻഷൻ. എന്നാലും അതാരാ പണി ചെയ്തേ? ആ മീനാക്ഷി എടുത്തിട്ട് ജോലി കളയാനായിട്ട് ആരാ ശ്രമിച്ചതെന്ന് മിത്ര ചോദിച്ചു. അതോ, അതിനെക്കുറിച്ചൊന്നും കൂടുതലും പറയാതിരിക്കുന്നതായിരിക്കും ഭേദം. അതെന്താ മീനാക്ഷി അങ്ങനെ പറഞ്ഞ് ശ്രീദേവി ചോദിച്ചു. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, ജോലി കളയാൻ ശ്രമിച്ചത് വേറെ ആരും അല്ലെന്നും പറഞ്ഞുകൊണ്ട് താലി അങ്ങോട്ട് ഉയർത്തി കാണിക്കുവാണ്. താലിയോ? ഇതെന്താ, ആകാശാണോ എന്ന് പെട്ടെന്ന് ശ്രീദേവി ചോദിച്ചു. അതെ, ആകാശേട്ടൻ തന്നെയാ ആ പരിപാടി ചെയ്തേ. ആകാശേട്ടൻ എന്തിനാ ഇങ്ങനെ ഒരു പരിപാടി ചെയ്തേ എന്ന് പെട്ടെന്ന് ശ്രീദേവി ചോദിച്ചു. അതെന്താന്ന് വെച്ചാ ആകാശിന് പുതിയ കട തുടങ്ങണം, മീനാക്ഷി സ്റ്റോഴ്സ്. പക്ഷെ എങ്കിൽ അതിന് ഞാൻ സമ്മതിച്ചില്ല. അതിന് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ അതിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഞാൻ എതിർത്തു. കാരണം അതിന്റെ ഒറിജിനൽ രേഖകളൊന്നും കൊണ്ടുപോകാൻ ഞാൻ സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ദേഷ്യത്തിന് കൃഷ്ണമംഗലംകാരെയൊക്കെ കൂട്ടുപിടിച്ചാന്ന് തോന്നേ ആകാശ് ഇങ്ങനെ ഒരു പരിപാടി ചെയ്തിരിക്കുന്നത്. പോരാത്തേന് എൻ്റെ അച്ഛനും അവരോടൊപ്പം ഉണ്ട്. ഇത് കേട്ടപ്പം മിത്ര പറഞ്ഞു, ദൈവമേ, ആകാശാണ് ഇങ്ങനെയൊക്കെ ചെയ്യുക. കണ്ടില്ലേ, നിനക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ നിന്റെ ഭർത്താവുണ്ട് മിത്രേ. എത്ര റിസ്ക് എടുത്ത ആര്യം നിന്നോടൊപ്പം നിൽക്കുന്നേ. പക്ഷെ ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പഠിച്ചുണ്ടാക്കി ജോലി കളയാനായിട്ടാ എൻ്റെ ഭർത്താവ് ശ്രമിക്കുന്നേ. ശരിക്കും പറഞ്ഞാൽ ഇപ്പം എനിക്ക് സങ്കടം തോന്നുന്നുണ്ട്. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് വെറുതെ ആയല്ലോ എന്ന്. അല്ലെങ്കിൽ ആകാശ് എന്നെ മനസ്സിലാക്കുന്നില്ലോ എന്ന്. അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു, വിഷമിക്കണ്ട, സമാധാനമായിട്ടിരിക്കുക. അങ്ങനെ ജോലിയൊന്നും പോകാൻ പോകുന്നില്ല. മീനാക്ഷി പറഞ്ഞു, എനിക്ക് അങ്ങനെ വിഷമമൊന്നുമില്ല. കാരണം എന്തേലും കാര്യം വിസ്തീർണം കൊടുക്കാൻ്റെ മേളയിൽ നിന്ന് ഓർഡർ വന്നിട്ടുണ്ടെങ്കിൽ അതിന് വിസ്തീർണം കൊടുക്കാൻ എനിക്കറിയാം. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ നിയമത്തിൻ്റെ വഴിക്ക് തന്നെ വിട്ടുകൊടുക്കും എപ്പോഴും ചെയ്തിട്ടുള്ളൂ. അല്ലാതെ നിയമത്തിനെതിരായിട്ട് ഒന്നും ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല. മിത്ര പറഞ്ഞു, പിന്നെ എന്തിനാ വിഷമിക്കണേ? എന്നാലും സ്വന്തം ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു സംഭവിച്ച് ചെയ്യുമ്പം ഏതൊരു ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റുന്നേ. അതും ആകാശിനോട് കുറെ തവണ പറഞ്ഞ മീനാക്ഷി സ്റ്റോഴ്സ് ഓർക്കണ്ട. ആകാശ് എന്തോ എൻ്റെ അച്ഛനെ കണ്ടാന്ന് തോന്നേ, അച്ഛൻ്റെ പണം കണ്ടാന്ന് തോന്നേ. പക്ഷേങ്കിൽ എനിക്ക് ഈ ആകാശിനെ ആയിരുന്നില്ല ഇഷ്ടം. ഞാൻ ഈ ആകാശിനെ അല്ല ശരിക്കും സ്നേഹിച്ചതും വിവാഹം കഴിച്ചോന്നോ. എനിക്ക് ആ പഴയ ആകാശിനെ ഇഷ്ടം, കോമഡി സ്റ്റോഴ്സിലെ ആകാശിനെ. ആ ആകാശ് എന്തൊരു പാവമായിരുന്നറിയോ. ഇപ്പൊ ആകാശിന് നല്ല മാറ്റമാണ്. ശ്രീദേവി പറഞ്ഞു, പണം വന്നു കഴിയുമ്പോൾ ആൾക്കാർക്ക് കുറെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും ഇത് കുറച്ച് കൂടുതലായി പോയില്ലേ? ശ്രീദേവിയുടെ ഉള്ളിലൊരു പൊട്ടലുണ്ട്. കാരണം താൻ തന്നെ ഭർത്താവിനെ ഈ കുടുംബത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക. മീനാക്ഷി ഓരോന്ന് പറയുമ്പോൾ അത് ശരിക്കും ശ്രീദേവിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും പറയാൻ പറ്റില്ല, ഒന്നും വെട്ടിത്തുറന്ന് പറയാനും പറ്റില്ലല്ലോ. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, സാരമില്ല, വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുന്നുണ്ടൊക്കെയുണ്ട്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.